നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് വലതുകരം അച്ഛന് നേരെ നീട്ടി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോയേ 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 ഈശോയേ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 9 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 9 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. ആഴ്ചയുടെ 1-ാം ദിവസം രാവിലെ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യേശു ആദ്യം മഗ്ദലേന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു. ഇവളിൽ നിന്നാണ് അവൻ 7 പിശാചുക്കളെ പുറത്താക്കിയത്. അവൾ ചെന്ന് അവനോടുകൂടെ ഉണ്ടായിരുന്നവരെ വിവരമറിയിച്ചു. അവർ ദുഃഖത്തിലാണ്ട് വിലപിച്ചിരിക്കുകയായിരുന്നു. അവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൾക്ക് കാണപ്പെട്ടു എന്നും കേട്ടപ്പോൾ അവർ വിശ്വസിച്ചില്ല. ഇതിനുശേഷം അവരിൽ 2 പേർ ഗ്രാമത്തിലേക്ക് നടന്നു പോകുമ്പോൾ അവൻ വേറൊരു രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവർ പോയി ബാക്കിയുള്ളവരെ വിവരമറിയിച്ചു. അവരെയും അവർ വിശ്വസിച്ചില്ല. പിന്നീട് അവർ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തതു നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയകാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും. അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്തു കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ സുവിശേഷം. നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഏപ്രിൽ മാസം 25-ാം തീയതി വെള്ളിയാഴ്ച ഈ രാത്രിയിൽ നമ്മൾ ദിവ്യകാരുണ്യ ഈശോയുടെ ചുറ്റും ഒരു കുടുംബത്തിലെ അംഗങ്ങൾ എന്നതുപോലെ കുടുംബനാഥനായ ഈശോയുടെ സ്വരം കേൾക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ദൗത്യത്തെക്കുറിച്ചാണ്. ഈശോയിൽ വിശ്വസിക്കുക എന്ന ദൗത്യവും ഈശോയിൽ വിശ്വസിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട പ്രേഷിത പ്രവർത്തനത്തിൻ്റെ ദൗത്യവുമാണ്.
ഈശോ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും എല്ലാവരോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ഉയർത്തെഴുന്നേറ്റ ഈശോയുടെ കൽപ്പനയാണ് എല്ലാവരോടും സുവിശേഷം പ്രസംഗിക്കുക എന്നത്. സുവിശേഷം എന്ന് പറഞ്ഞാൽ ദൈവമാണ് നിന്നെ സൃഷ്ടിച്ചതെന്നും ദൈവമാണ് നിന്നെ രക്ഷിച്ചതെന്നും നിന്നെ രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം എന്തൊക്കെ ചെയ്തു എന്നുമുള്ള കാര്യങ്ങളെയാണ് നമ്മൾ സുവിശേഷം എന്ന് വിളിക്കുന്നത്. നമ്മൾ മറ്റുള്ളവരോട് പറയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ് നമുക്ക് വേണ്ടി ദൈവം ഇതുവരെ എന്തൊക്കെ ചെയ്തു. എന്നെ സൃഷ്ടിക്കാൻ, എന്നെ രൂപപ്പെടുത്താൻ, എന്നെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ, എല്ലാറ്റിനുമുപരിയായി എനിക്ക് വേണ്ടി വീണ്ടും സ്വർഗം തുറന്നു തരാൻ ദൈവം മനുഷ്യനായതും അവിടുന്ന് വചനം പ്രഘോഷിച്ചതും കുരിശു വഹിച്ചതും കുരിശിൽ മരിച്ചതും ഉയർത്തെഴുന്നേറ്റതുമായ കാര്യങ്ങൾ നീ ലോകമെങ്ങും പറയുക. കർത്താവ് നിനക്കാരാണ്, എന്താണ് എന്ന്, ഈശോ എങ്ങനെയാണ് നിന്നെ രക്ഷിച്ചതെന്ന് മറ്റുള്ളവരോട് പറയുന്നവനെയാണ് ക്രിസ്ത്യാനി എന്ന് സഭ വിളിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ ഈശോ നമുക്ക് തരുന്ന സന്ദേശം ഒറ്റ വാക്കിലുള്ള നമുക്കുള്ള പ്രചോദനം ഇതാണ്: നീ എന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുക. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈശോയെ സാക്ഷ്യപ്പെടുത്തുന്നതിൽ നമുക്ക് വന്നിട്ടുള്ള കുറവുകളെ ഓർത്ത് നമുക്ക് അനുതപിക്കാം. ഈശോയെ ഏറ്റുപറയുന്നതിൽ നമ്മൾ വളരെയേറെ പിന്നോക്കാവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്, പിന്നോക്കം പോയിട്ടുണ്ട്. നമുക്ക് അനുതപിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ എളിമയോടുകൂടെ നിന്നുകൊണ്ട് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. ഈശോയേ, 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 ഈശോയേ. കർത്താവ് നമുക്ക് ഇന്നേ ദിവസം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കരമടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ കരമടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ. അനവധിയായ നന്മകൾ കൊണ്ട് കർത്താവ് നമ്മെ നിരന്തരം സമ്പന്നരാക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ കരമിടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി,
യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ കാണുന്ന കാഴ്ചകളെ ഓർത്ത്, കേൾക്കുന്ന കേൾവികളെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുകയും അങ്ങേ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ശക്തിയോടെ കരമടിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ 7 നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ 7 നിയോഗങ്ങൾ ആത്മീകവും ഭൗതികവുമായ 7 നിയോഗങ്ങളെ ഇപ്പോൾ പ്രത്യേകമായി മനസ്സിൽ ധ്യാനിക്കാം. കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സാമ്പത്തിക മേഖലകളെ സമർപ്പിക്കാം. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുടെ മേഖലകളെ, ബിസിനസിന്റെ മേഖലകളെ, കൃഷിയുടെ മേഖലകളെ, കുടുംബജീവിതത്തെ, കുഞ്ഞുമക്കളുടെ കാര്യങ്ങളെ എല്ലാം വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കുന്നതോടൊപ്പം പ്രിയപ്പെട്ടവരെ, പരീക്ഷകൾ എഴുതുന്നവരെ, മറ്റുള്ളവരെ, റിസൾട്ട് കാത്തിരിക്കുന്നവരെ, രോഗികളായി ഭവനങ്ങളിലും ആശുപത്രികളിലും കഴിയുന്നവരെ, ഈ രാത്രിയിൽ പട്ടിണി കിടക്കുന്നവരെ, താമസിക്കാൻ ഭവനമില്ലാത്തവരെ, യാത്ര ചെയ്യുന്നവരെ, ഏകാന്തതയിൽ, നിരാശയിൽ, ദുഃഖത്തിൽ തകർന്നടിഞ്ഞ മനസ്സുമായി ജീവിക്കുന്നവർ, ആത്മഹത്യാ പ്രവണതകളുള്ളവർ, കുടുംബജീവിതം ആകെ കലങ്ങി മറിഞ്ഞ് കുഴഞ്ഞ ചേറ്റിൽ കിടക്കുന്ന അവസ്ഥയിൽ എന്നതുപോലെ ആയിരിക്കുന്ന കുടുംബങ്ങൾ, വിവാഹപ്രായമെത്തിയിട്ടും വിവാഹം നടക്കാത്തവർ, ജോലി ലഭിക്കാത്തവർ, സന്താന സൗഭാഗ്യം ലഭിച്ചിട്ടില്ലാത്തവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മരണാസന്നരായിട്ടുള്ളവർ, കിടപ്പ് രോഗികൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടും നടക്കുന്ന സുവിശേഷ പ്രഘോഷണ ശുശ്രൂഷകൾ, അതിന്റെ വിജയം നമ്മുടെ ഒരു വ്യക്തിപരമായ നിയോഗത്തിന്റെ ഭാഗമാക്കി നമുക്ക് മാറ്റാം. ലോകമെമ്പാടും പോയി സുവിശേഷം പ്രഘോഷിക്കാനുള്ള നമ്മുടെ ദൗത്യം, ലോകത്തിൽ നടക്കുന്ന സുവിശേഷ പ്രഘോഷണങ്ങളിൽ സാമ്പത്തികമായും ആരോഗ്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും നമ്മുടെ ചിന്ത കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ചേർന്ന് നിൽക്കാനും സുവിശേഷ പ്രഘോഷണ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്താനുമുള്ള നമ്മുടെ ഉത്തരവാദിത്വം, ദൗത്യങ്ങളിലെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇരുകരങ്ങളും ശിരസിന് മുകളിൽ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കാം. ഈശോയേ, 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 ഈശോയേ. നമുക്ക് മുട്ടുകുത്താം. നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം ഈ രാത്രിയിൽ നമുക്ക് സ്വീകരിക്കാം. വളരെ പ്രത്യേകമായി ഈശോയെക്കുറിച്ച് ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തവർ, കേട്ടിട്ടില്ലാത്തവർ, അവിടുത്തെ സ്നേഹം അനുഭവിച്ചിട്ടില്ലാത്തവർ ഈശോയെ കേൾക്കാനും അറിയാനും അനുഭവിക്കാനും അവിടുത്തെ ശക്തിയിൽ ആശ്രയിക്കാനും ഇടവരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. കരങ്ങൾ ഉയർത്തി യേശുനാമം വിളിച്ച് ഈ ദിവ്യകാരുണ്യ ആശീർവാദം ഇപ്പോൾ സ്വീകരിക്കാം. ഈശോയേ,
സാധിക്കുന്നവർ ശിരസ് തറയിൽ മുട്ടിച്ച് ഈശോയെ ആരാധിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റവനായ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ വളർത്തുകയും ഉയർത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നവനായ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലൊരു രാത്രി, സുഖനിദ്രയുള്ള രാത്രി, സന്തോഷമുള്ള രാത്രി. നാളെ കൂടുതൽ ആരോഗ്യത്തോടുകൂടെ ഉണർന്നെഴുന്നേറ്റ് ദൈവരാജ്യ ശുശ്രൂഷകളിൽ ഏർപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നാളെ ശനിയാഴ്ച 26-ാം തീയതി ഫ്രാൻസിസ് പാപ്പയുടെ ഫ്യൂണറൽ സർവീസ് നടക്കുന്ന ദിവസമാണ്. അതുപോലെ അപ്പച്ചൻ്റെ പ്രഥമ ചരമവാർഷികം രാവിലെ 11 മണിക്ക് ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണ്. പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാം. 11 മണിക്കുള്ള ദിവ്യബലി ഓൺലൈനിൽ സാധിക്കുന്നവർ ഒരുമിച്ച് പങ്കെടുക്കുകയും അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സ്തുതി ചൊല്ലാം.